അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദിയിലെ പ്രവാസിയോട് വീണ്ടും ഓർപ്പിക്കാട്ടോ. ഇപ്പോഴും സൗദിയിലെ പ്രവാസികൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് റീഎൻട്രി പോയിട്ട് അതേ വിസയ്ക്ക് തിരിച്ചു വരുന്നവരുണ്ട്. അതേ വിസയ്ക്ക് വരാതെ മറ്റൊരു വിസയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റൊരു വിസയിലേക്ക് വരുന്ന ആളോടാണ് എനിക്ക് പറയാനുള്ളത്. 27/11/2025 മെനിയാന്ന് ഒരാൾ നാട്ടിലേക്ക് റീഎൻട്രി പോയി. അദ്ദേഹത്തിൻ്റെ റീഎൻട്രി കാലാവധി കഴിഞ്ഞു. ഇക്കാവ വാലിറ്റിൻ്റെ റീഎൻട്രി കാലാവധി കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം എന്ത് ചെയ്ത് മറ്റൊരു വിസ എടുത്ത് നേരെ അവിടുന്ന് വിസ അടിച്ച് പോകുന്നു. ജിദ്ദ എയർപോർട്ടിൽ ഒന്ന് രാവിലെ ഇറങ്ങി അദ്ദേഹത്തോട് തടഞ്ഞു വെച്ചു. രാത്രിയാവും അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ റീഎൻട്രി അടിച്ച് പോയി നാട്ടിൽ പോയിട്ട് വരാതെ നിന്ന് ആ റീഎൻട്രി കാലാവധി കഴിഞ്ഞ് മറ്റൊരു വിസയിലേക്ക് വരുന്ന കാലാവധി റീഎൻട്രി കഴിഞ്ഞതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഒരു മാസം റീഎൻട്രിക്ക് ഞങ്ങൾ പോയത്, ആ ഒരു മാസം ലീവ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 മാസം നാട്ടിൽ സ്റ്റേ ചെയ്യണം. 2 മാസം സ്റ്റേ ചെയ്തതിന് ശേഷം 2 or 3 ശേഷം നിങ്ങൾ അതൊന്ന് ഇക്കാമ കൊടുത്ത് ചെക്ക് ചെയ്യുക. അത് ഇസ്കാത്ത് അഥവാ ക്യാൻസൽ ആയിട്ടുണ്ടെന്ന്. അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയതുകൊണ്ടുണ്ട്, ക്യാൻസൽ ആവാത്തവരുണ്ട്. അപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ഹുറൂജ് വലം ചെയ്യാന്ന് കാണിക്കും. ഹുറൂജ് വലം ചെയ്യാതെ അങ്ങനെ കാണിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിഷയിലേക്ക് തിരിച്ചു വരാം. ഇക്കാമ ഡേറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പിന്നെ വേറെ വരാൻ പറയുന്നത്, നിങ്ങൾക്ക് റീഎൻട്രി അടിച്ച് പോയി, റീഎൻട്രി കാലാവധി കഴിഞ്ഞു, 2 മാസം കാത്തിക്കുന്ന സമയം ഇല്ല. 1 മാസം നിങ്ങൾ റീഎൻട്രി എക്സ്പയറായി. അപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മിനിമം 1 മാസം എക്സ്പയറായാൽ അത് നിങ്ങൾക്ക് ഇസ്കാത്ത് അഥവാ ജവാദാത്ത് ഇക്കാമ കൊടുത്തിട്ട് ഇസ്കാത്ത് ചെയ്യുക. എന്നാലും ഇക്കാമ ഡേറ്റ് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് തിരിച്ചു വരാം. അല്ലാതെ നിങ്ങൾ തിരിച്ചു വന്നാൽ, ചെക്ക് ചെയ്യാതെ തിരിച്ചു വന്നാൽ നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് എന്തായാലും തിരിച്ചയക്കും. നിങ്ങൾ ടിക്കറ്റിൻ്റെ കാശ് പോകും, മെഡിക്കലിൻ്റെ കാശൊക്കെ പോകും. മറക്കണ്ട. ഒരുപാട് വട്ടം വിട്ട വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. നല്ലോണം ശ്രദ്ധിക്കുക. പക്ഷെ ചെയ്യുന്ന സമയത്ത്, ഇസ്കാത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ പഴയ മുറൂറിൻ്റെ ഫൈനെങ്ങാനും ഉണ്ടെങ്കിൽ, പൈതൃഷ്ടി കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതടക്കം ബാധ്യസ്ഥമാണ്. അതേപോലെ നിങ്ങളുടെ പേരിൽ വണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും നിങ്ങളുടെ പേരിൽ നിന്ന് ഒഴിവാക്കണം. എന്നാലേ ഇസ്കാത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക് ആയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ റീഎൻട്രി കാലം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇസ്കാത്ത് ചെയ്യണം. 1 മാസം റീഎൻട്രി കഴിഞ്ഞിട്ട്, റീഎൻട്രി കഴിഞ്ഞ ശേഷം 1 മാസം നാട്ടിൽ തന്നെ സ്റ്റേ ചെയ്താൽ നമുക്ക് ഈ കാമ കൊടുത്ത് സ്റ്റേ ചെയ്യും, അതായത് ഇസ്കാത്ത് ചെയ്യാം. എന്നാൽ മറ്റൊരു വിഷയിലേക്ക് വരാം. മറക്കണ്ട. എല്ലാവർക്കും ഷെയർ ചെയ്യാം. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.